ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങളൊരു ചെറിയ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഫുഡൊക്കെ തട്ടി, പിന്നെ ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ എനിക്കിനി കുറച്ച് പണികളോട് ബാക്കിയുണ്ട്. കാരണം വീടെല്ലാം അലങ്കോലമായിട്ട് കിടക്കുക. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. ചെറിയൊരു കറിയൊക്കെ വെക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വീടിൻ്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ അവസ്ഥ. ആര്യൻകുട്ടനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സാധനങ്ങളും കുളമാക്കിയിടും. അവൻ പാത്രങ്ങളെല്ലാം എടുത്ത് പയറ്റും. അതുകൊണ്ട് വീടെല്ലാം കുളമായിട്ട് കിടക്കും. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതാണ്. ഞങ്ങളിങ്ങനെ ഒരു മാസത്തേനായിട്ട് 1.5 മാസത്തേനായിട്ട് സാധനങ്ങളെല്ലാം ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കണ്ടോ, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങളും എല്ലാം അലങ്കോലമായിട്ട് ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കും. എനിക്കിങ്ങനെ കിടക്കുമ്പോഴേ ഭ്രാന്താണ്. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി നമുക്ക് വെക്കാം. കണ്ടോ, കൃത്യമായിട്ട് ആര്യൻകുട്ടൻ വന്നതിൻ്റെ തോളെ വീണിട്ടുണ്ട്. കിടന്നുറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഉറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉറങ്ങിയാൽ അടിപൊളി, പണിയെല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഇവൻ്റെയും കൂടെ പുറകെ നടക്കേണ്ടി വരും. തൽക്കാലത്തേന് ഞാൻ വണ്ടിയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം പുള്ളി ടി വിയിലൊക്കെ നോക്കി ഇങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല ഇരിക്കാൻ, ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ പണികളിലേക്ക് പെട്ടെന്ന് കിടക്കട്ടെ. അപ്പം ഞാൻ കരുതി എന്നാൽ പാത്രമെല്ലാം കഴുകി അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് കഴുകി വെക്കുവാണെങ്കിൽ ആ പരിപാടി അങ്ങ് തീർന്ന് കിട്ടുമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഈ സിങ്കിനകത്ത് പാത്രം കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാത്രം കഴുകി പോകുന്നത് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്നാൽ പാത്രം എല്ലാം കൂടെ അങ്ങ് കഴുകി വെക്കാം. അധികം പാത്രമില്ല, വന്നപ്പം ഫുഡ് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ആ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ അതങ്ങ് കഴുകി വെക്കുവാണെങ്കിൽ അത്രയും പണി തീർന്ന് കിട്ടും. സിങ്കും ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ എന്ന് കരുതി ഞാൻ പാത്രം എല്ലാം കൂടെ പെട്ടെന്ന് കഴുകി വെച്ചു. ഈ പാത്രം കഴുക്ക് തീർന്നാൽ തന്നെ ഒരു വലിയ ജോലി തീർന്ന പോലെയാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളും എല്ലാം അപ്പം തന്നെ ഗാർബേജിന് ബാഗിനകത്തേക്ക് എടുത്ത് വെക്കുക. പിന്നെ അല്ലറ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് 1-2 അവിടെ ഇങ്ങനെ ഇരുന്നതെല്ലാം കൂടെ ഒതുക്കി പെറുക്കി വെച്ചു. ഒരുവിധം സെറ്റായി. ഇനി ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ളതും ഈ പച്ചക്കറികളും സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റാനുള്ള ഐറ്റംസേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ വാടിയതും ചെയ്യാൻ തുടങ്ങിയതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുത്ത് കളഞ്ഞേക്കാമെന്ന് കരുതി. ഈ ഫ്രിഡ്ജ് ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. കാരണം ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും. വെക്കുന്ന ഒരു 1-2-3-4 ദിവസം ഭയങ്കര നീറ്റായിട്ടെല്ലാം സെറ്റാക്കി വെക്കും. പിന്നെ എന്തെങ്കിലും ഒരു സാധനം അലക്ഷ്യമായിട്ട് അതിനകത്ത് കയറ്റി ഞാൻ തന്നെ വെക്കും. അപ്പം തന്നെ പിന്നെ ആ ഒരു ഫ്ലോ അങ്ങ് പോവും. പിന്നെ വീണ്ടും അടുത്ത ട്രിപ്പ് വൃത്തിയാക്കണം, ആ ഒരിതാണ്. അപ്പോൾ പിന്നെ പച്ചക്കറി കഴിയുമ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് കയറ്റി വെക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് കിടന്നോളൂല്ലോ എന്ന് കരുതി ഞാനപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. അപ്പോൾ എനിക്ക് കൂട്ടുമുണ്ട്, ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ, എൻ്റെ സ്വന്തം ഹെൽപ്പറുണ്ട്. പിന്നെ ഞാൻ കരുതി എന്നാൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ അഴിച്ച് എല്ലാം കൃത്യമായിട്ട് വെക്കുക. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ സബോളയെല്ലാം ഞാൻ പൊട്ടിച്ചിടുക. ഈ സബോളയെല്ലാം ഞാൻ താഴെ വെക്കുന്ന കേട്ടോ. എനിക്കൊരു താഴെ ഒരു ഷെൽഫുണ്ട്. പക്ഷേ ആര്യൻകുട്ടൻ സമ്മതിക്കത്തില്ല. പുള്ളി അതെല്ലാം എടുത്തുകൊണ്ട് പോകും. സബോളയും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഈ പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഓരോന്നോരോന്ന് ഇടുന്ന കൂടെ തന്നെ ഞാൻ ഗാർബേജിനകത്തേക്ക് എടുത്തിടുക. പിന്നെ ഒരുമിച്ച് കളയാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ തന്നെ ഇട്ടിട്ട് പോവുക. അപ്പോൾ പിന്നെ പരിപാടി എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ അമ്മയൊക്കെ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് എടുത്ത് വെക്കടി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്യത്തില്ല. ഞാൻ ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ മടിയായിരുന്നു മെയിൻ സാധനം. നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ഇതൊന്നും അല്ലല്ലോ, നമ്മൾ മടിയുടെ ഒരു ഇതൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമല്ലേ, പണിയൊന്നും ചെയ്യാൻ കഴിയത്തില്ലാതെ. പക്ഷേ എനിക്ക് സംഭവങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാൻ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പണിയെടുക്കുന്നപ്പോഴും എൻ്റെ ചിറ്റയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴായിരുന്നു. ചിറ്റയുടെ വീട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ച്, കാരണം അവിടെ ചെന്നപ്പം എൻ്റെ കുക്കിംഗ് സ്കില്ല് ഞാൻ അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് ഞാൻ അവിടെ ചെന്ന് എന്തുണ്ടാക്കി കൊടുത്താലും ചിറ്റയ്ക്കും കൊച്ചിനും അച്ഛനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവരെനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അവർ അടിപൊളിയാണ്, സെറ്റാണെന്ന് പറഞ്ഞ് കഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ സംഭവമൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി ഒതുക്കി വെച്ചു. പിന്നെ ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും കൂടെ
എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമയം ചിലവാണ് ഈ വാഷ് ബേസിൻ്റെ ഏരിയ. വാഷ് ബേസ് മുഴുവൻ സെറ്റാക്കി അതിൻ്റെ ചുറ്റിനും എല്ലാം കഴുകി പെറുക്കി എനിക്കത് ഇടണം ലാസ്റ്റ്. അവിടെ സമയം അങ്ങനെ ഞാൻ കുറേ ചിലവഴിക്കും. കാരണം എനിക്ക് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ കാണണം. അങ്ങനെയാണ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വൃത്തിയുടെ അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അവസാനം എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹോളും എല്ലാം ഞാൻ ഇതിനിടയ്ക്ക് ശരിയാക്കി. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ ഒരു ഫ്രണ്ടാണിത്, പുള്ളിക്കാരനാണ് എനിക്ക് ക്ലീൻ ചെയ്ത് തരുന്നത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ ഈ ഒരു ഐറ്റം. അപ്പം ഡീപ്പ് ക്ലീനിങ് എല്ലാം ഞാൻ ആഴ്ചയിൽ 1-2 തവണ ചെയ്യും. പിന്നെ എനിക്ക് ഇതിനെ ഇറക്കി വിട്ടാൽ മതി. അപ്പോൾ പുള്ളി ബാക്കി എല്ലാം കൈകാര്യം ചെയ്തോളും. അപ്പോൾ പുള്ളി ക്ലീനാക്കിയ സ്ഥലമാണിത്, കണ്ടോ. എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യും, ആശാൻ പൊളിയാണ്. അപ്പോൾ അങ്ങനെ കിച്ചണും അവസാനം സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ, തുടച്ച് പോയതാണ്. വെള്ളമൊക്കെ വെച്ച് പുള്ളി തുടയ്ക്കും, അങ്ങനെയാണ്. അവസാനം എൻ്റെ കിച്ചൺ സെറ്റായി, ഹോളും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാൻ എൻ്റെ വീട് ബാക്ക് ടു നോർമലാക്കി. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് കൂടെ കാണിക്കാം. ഫ്രിഡ്ജും. ഹായ്, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഒരുവിധം സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരു കുഞ്ഞു കറിയും കൂടെ വെച്ചാൽ മതി. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് ലെങ്ത് ആവും, പിന്നെ നിങ്ങൾക്ക് ബോറാകും. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.